ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം എല്ലാവരും റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ആ ബസ്സിൽ വെച്ചിട്ട് ഒരു യുവാവിനുണ്ടായിട്ട് ഒരു ദുരനുഭവം അല്ലേ. ഒരു സ്ത്രീ വീഡിയോ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് അയാളെ അപമാനിക്കുകയും അയാളെ ആത്മഹത്യ ചെയ്യുകയൊക്കെ ചെയ്ത ഒരു സംഭവം അല്ലേ. വളരെ ദുഃഖകരമായിട്ടൊരു സംഭവമാണ്. അപ്പം ഞാൻ ഒരുപാട് ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ഇത് സ്ഥിരമായിട്ട് കാണുന്നതാണ്. പണ്ട് നമ്മൾ ബസ്സിൽ കയറിയിരുന്നപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ ബസ്സിൽ കയറുമ്പോൾ എങ്ങനെയാണെന്ന് ആ ഒരു വ്യത്യാസം നമുക്ക് പ്രകടമായിട്ട് കാണാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ സ്ത്രീകളൊക്കെ കൂടുതലും കയറുന്നത് പുറകുവശത്തൂടെയൊക്കെ കയറാനായിട്ട് ഒരു മടിയില്ലാതെയാണ് അവർ. ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കൂടെ കയറാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്ത് നിൽക്കും. കണ്ടക്ടർമാരൊക്കെ കയറി കയറി കയറുന്നിങ്ങനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്താൽ പോലും അവർ വെയിറ്റ് ചെയ്ത് ആ ഫ്രണ്ടിൽ കൂടെ തന്നെ കയറാനായിരിക്കും സ്ത്രീകൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കൂടെ കയറണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അവർ പുറകിൽ കൂടെ കയറും. പുറകിലേക്ക് എവിടെയാണ് സീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇരിക്കും. പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് മാത്രമായിട്ട് ഒഴിച്ചിട്ടിരുന്ന പുറകിലത്തെ ഒരു വലിയൊരു സീറ്റ് ഉണ്ടല്ലോ, ആ സീറ്റിൽ പോലും സ്ത്രീകൾ വന്നിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇരിക്കണമെന്നോട് ഒരു കുഴപ്പമില്ല. പക്ഷേ അവിടെ ഇരുന്നതിന് ശേഷം പുരുഷന്മാരുടെ കൈ തട്ടി അല്ലെങ്കിൽ അവിടെ സ്പർശിച്ചു ഇവിടെ സ്പർശിച്ചു എന്നുള്ള കംപ്ലൈൻറ്റ്സ് വരുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട്. അപ്പം എല്ലാവരും പറയുന്നതാണ് പുരുഷന്മാരുടെ ഭാഗത്താണ് തെറ്റ്, അവർക്ക് കൈ മര്യാദയ്ക്ക് വെച്ചിരുന്നൂടെ എന്നൊക്കെ. പക്ഷെ ഞാൻ പറയട്ടെ, രണ്ട് പുരുഷന്മാർ ഒരു സീറ്റിൽ ഇരിക്കുന്നതും ഒരു സ്ത്രീയും ഒരു പുരുഷന് ഇരിക്കുമ്പോഴും വ്യത്യാസമുണ്ട്. രണ്ട് പുരുഷന്മാരിരിക്കുമ്പോൾ നമുക്ക് സ്വതന്ത്രമായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഒരു സ്ത്രീ ഇരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് നമ്മുടെ കൈകൾ ഒതുക്കി ഒരു സ്റ്റാച്ച് പോലെയായിട്ട് ഇരിക്കേണ്ട ഒരവസ്ഥയാണ് നമുക്ക് വരുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് എല്ലാ സോഷ്യൽ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്ന എന്നുള്ളത് പുരുഷന്മാരെ പേടിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചില സ്ത്രീകൾ വീഡിയോ എടുക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് നടന്നിട്ടുള്ള ഇപ്പോൾ ആ ഒരു ലേഡി, അതിന് പേര് പോലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ആ ലേഡി പോലും ചെയ്തിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ധൈര്യപൂർവ്വം അയാളുടെ വീഡിയോ എടുക്കുകയാണ്. ആ വീഡിയോയിൽ അയാൾ ഒരു തെറ്റും ചെയ്യുന്നില്ല. അയാൾ ശരിക്ക് എവിടേക്കോ നോക്കി നിൽക്കുന്നു, അയാൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് അത് കണ്ടപ്പോൾ തോന്നിയുള്ളൂ. ഈ സ്ത്രീയാണ് ഡെലിബറേറ്റ് ആയിട്ട് ഈ പെണ്ണ് എന്തോ ഒരു ഞാൻ വലിയൊരു കാര്യം ചെയ്യുകയാണ്, എല്ലാവരും ഇയാളെ ശ്രദ്ധിക്കുക എന്നുള്ള രീതിയിൽ ചിരിച്ചുകൊണ്ടൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു ദുരനുഭവം ആ ബസ്സിനകത്ത് ഉണ്ടാകുന്ന ഒരു സ്ത്രീയുടെ മുഖഭാവമല്ല അവർക്കുണ്ടായത്. അതുകൊണ്ട് അത് മനഃപൂർവ്വം അവഹേളിക്കാൻ വേണ്ടി എടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ അടുത്ത് കെട്ടുന്നത് ഇയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയമാണ്. ഇയാൾ ശ്രദ്ധിക്കുന്ന പോലുമില്ല. അപ്പോഴും ഈ സ്ത്രീയാണ് അടുത്ത് പോയി നിന്ന് മുട്ടി നിൽക്കുന്നത്. അയാളെ മുട്ടാണ് ചെയ്തത്. ശരിക്കും അയാളാണ് കേസ് കൊടുക്കേണ്ടിയിരുന്നത്. കാരണം വൈറലാവാൻ വേണ്ടിയിട്ട് അയാൾ ആ പെണ്ണിന് വീഡിയോ വൈറലാവാനും കൂടുതൽ പ്രശസ്തിയിലോട്ട് വരാനും വേണമെങ്കിൽ ബിഗ് ബോസിലൊക്കെ വരാനൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് മനഃപൂർവ്വം അയാൾ അവഹേളിക്കുന്ന രീതിയിലുള്ള വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അയാളാണ് ശരിക്കും കേസ് ഫയൽ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, പലരുടെ മനസ്സല്ലേ, അയാൾക്ക് അതൊന്നും ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. അയാൾ ആത്മഹത്യ ചെയ്തു. അതിനൊക്കെ ഇടയാക്കിയത് ആ ഒരു സ്ത്രീയുടെ ഇടുങ്ങിയ ചിന്താഗതി എന്ന് ഞാൻ പറയുള്ളൂ. വലിയ വിശാലമായ ചിന്താഗതിയുള്ള ഒരു സ്ത്രീയാണെന്ന് കാട്ടിക്കൂട്ടാൻ വേണ്ടി അവർ ചെയ്തത് വളരെ ഇടുങ്ങിയ ഒരു ചിന്താഗതിയുള്ള ഒരു സ്ത്രീ ചെയ്യുന്നതിന് തുല്യമായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ മോശമായി പോയി. ആ ഒരു മനുഷ്യൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിട്ട് നഷ്ടം ഈ ഒരു സ്ത്രീക്ക് നികത്തി കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്നിട്ട് അവർക്ക് മനസ്സിനൊരു മനസ്താപം ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വോയിസ് മെസ്സേജൊക്കെ നമ്മൾ ഓരോ ന്യൂസ് ചാനൽ കേട്ടാണോ, അവർക്ക് അങ്ങനെ യാതൊരു തരത്തിലുള്ള തെറ്റ് അവർ ഭാഗത്തുണ്ടായെന്ന് അവർ സമ്മതിച്ചിട്ടില്ല. ഇതുവരെ ഇപ്പോൾ എവിടെയൊക്കെയോ ആണ് അവർ മുങ്ങിയിരിക്കുകയാണ്. അറസ്റ്റ് ഉണ്ടാവോ ഇല്ലയോ നമുക്കറിയില്ല, എന്താണ് കേസ് ഉണ്ടാവുമോ എന്നറിയില്ല. അപ്പോൾ സ്ത്രീകൾക്കാണ് ഇവിടെ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ ഉള്ളത്, അവർക്കാണ് നിയമസുരക്ഷ ഉള്ളത്. പുരുഷന്മാർക്ക് അത്രയുള്ള നിയമസുരക്ഷ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പുരുഷ കമ്മീഷൻ വേണം എന്ന് പറഞ്ഞ് രാഹുൽ ഈശ്വറിനെ പോലുള്ള ഒരുപാട് ആൾക്കാരൊക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വ്യാജമായിട്ടുള്ള കേസുകൾ ഒരുപാട് പുരുഷന്മാരുടെ അടുത്ത് വരുന്നു. ഇപ്പോൾ നിവിൻ പോളിയുടെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ, അതേപോലെ ഇതൊന്ന് രാഹുൽ ഈശ്വറിന് തന്നെ ഇതിനു മുമ്പ് ഒരു ഇൻസിഡൻ്റ് ഒക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതേപോലെ തന്നെയല്ല ഇപ്പോൾ ബാലചന്ദ്ര മേനോൻ, അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഇതേപോലെ അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് ഈ സ്ത്രീകളൊക്കെ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണുന്നില്ല, കേസ് കൊടുത്ത സ്ത്രീകളെ പോലും കാണുന്നില്ല എവിടെയും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് പുരുഷന്മാർക്ക് ഒരു കമ്മീഷൻ വേണമെന്നൊക്കെ ഒരുപാട് റിക്വസ്റ്റ് ഇപ്പോൾ സർക്കാരിലോട്ടൊക്കെ പോയിട്ടുണ്ട്. എന്താവും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ബസ്സിലത്തെ കാര്യത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ബസ്സിൽ സ്ത്രീകൾക്ക് റിസർവ്ഡ് സീറ്റുകളുണ്ട്. അതുകൂടാതെയുള്ള സീറ്റുകൾ കോമൺ ആണ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണമെങ്കിൽ ഇരിക്കാം എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഈ പ്രശ്നം ഇതാണ്, നേരത്തെ പറഞ്ഞ പോലെയാണ്, പുരുഷന്മാർക്കൊന്നും സ്വതന്ത്രമായിട്ട് ഇരിക്കാനുള്ള സാഹചര്യം ഇല്ല. ഒരു സ്ത്രീ വന്നിരിക്കുമ്പോൾ അവർ വളരെ കൂളായിട്ടാണ് ഇരിക്കുന്നത്. അതായത്
അവരെ മേത്ത് തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അത് പ്രതികരിക്കും, ഞങ്ങൾ അതിന് കേസിന് പോകും എന്നുള്ള രീതിയിൽ അവർ വളരെ സ്വതന്ത്രമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ പുരുഷന്മാർക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം അവർക്കൊരു സ്ത്രീയോട് പറയാൻ പറ്റുമോ നിങ്ങളൊന്ന് ഒതുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോഴും അവർക്ക് വേണമെങ്കിൽ ഇയാളുടെ അടുത്ത് എന്നോട് അപമര്യാദയെ പെരുമാറി എന്നെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ കേസ് കൊടുക്കാം. അപ്പോൾ പുരുഷന്മാരുടെ കാര്യം അധോഗതിയാണ്. സ്ത്രീകൾ, ഞാൻ പറയുകയാണ്, സ്ത്രീകൾ കണ്ടറിഞ്ഞ്, അതായത് പുരുഷന്മാർക്ക് കുറച്ച് സീറ്റുകളുള്ളൂ, ആ സീറ്റ് അവർക്ക് വിട്ടുകൊടുക്കുക. അത് കുറച്ച് സീറ്റ് അവർക്ക് ഉള്ളൂ എന്ന് വെച്ചാൽ കോമൺ ആയിട്ട് ഇരിക്കേണ്ട പുറകിലത്തെ കുറച്ച് സീറ്റുകൾ അവർക്കായിട്ട് വിട്ടുകൊടുക്കുക. നമുക്ക് ഇത്രയും സീറ്റ് ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ അവർ തന്നെ വിചാരിക്കണം. പക്ഷേ ഇപ്പോൾ സ്ത്രീകൾ അങ്ങനെ വിചാരിക്കുന്നില്ല. എല്ലാ സീറ്റുകളും അവർ തന്നെ കയറിയിരിക്കുന്നു. പുരുഷന്മാരും ഒട്ടുമിക്ക പുരുഷന്മാരും നിന്നുകൊണ്ടാണ് ഇപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ വയസ്സായ പല പുരുഷന്മാർ വന്നാൽ പോലും സ്ത്രീകൾ എഴുന്നേൽക്കാറില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നില്ലേ. സ്ത്രീകൾ ഇപ്പോൾ ഒരു ഗർഭിണിയാണ് ഒരു ബസ്സിൽ വരുന്നെങ്കിലും എപ്പോഴും പുരുഷന്മാരായിരിക്കും എഴുന്നേൽക്കുന്നത്. സ്ത്രീകളെ എഴുന്നേൽക്കാൻ മടി കാണിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ എഴുന്നേൽക്കുകയില്ല, അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. കാരണം അവർക്കൊരു 5 മിനിറ്റ് നിന്ന് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. പുരുഷന്മാർ പിന്നെയും നിന്നൊക്കെ യാത്ര ചെയ്യും. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള കുറേ വ്യാജമായിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ട് ആൾക്കാരെ അവഹേളിക്കുന്നത്. പിന്നെ അപ്പോൾ പുരുഷന്മാർക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾ അടുത്ത് വന്നിരിക്കുന്നതും അടുത്ത് നിൽക്കുന്നതും ഒക്കെ ഒരു തരത്തിലുള്ള ദേഷ്യം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സംശയമായ രീതിയിൽ പുരുഷന്മാർ സ്ത്രീകൾ നോക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം എപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്തും പറഞ്ഞുണ്ടാക്കാം എന്നുള്ള രീതിയിൽ വന്നിരിക്കുകയാണ്. ഇത് ശരിയാണ്, സ്ത്രീകൾക്ക് തന്നെ ഒരു മോശമായ കാര്യത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർ നല്ല ഒരു ഇപ്പോൾ ഒരു സ്ത്രീക്ക് ശരിക്കും ഒരു ദുരനുഭവം ഉണ്ടായിരുന്നു. ഒരു പുരുഷൻ്റെ കയ്യിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ബസ്സിൽ വെച്ച് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രതികരിക്കാൻ പോലും ഇപ്പോൾ സ്ത്രീകൾ മടിക്കുന്ന രീതിയിലാണ്. കാരണം തിരിച്ച് എന്തായിരിക്കും എല്ലാവരും സമൂഹം എങ്ങനെ പ്രതികരിക്കും എന്നുള്ള രീതിയിലോട്ട് അവർക്ക് ചിന്ത വരും അല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എത്രയോ വീഡിയോസാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പുരുഷന്മാരെ അവഹേളിക്കുന്ന രീതിയിൽ ഒരുപാട് വീഡിയോസ് വരുമ്പോൾ മറ്റേ സ്ത്രീകൾക്ക് ഇപ്പോൾ പ്രതികരിക്കാൻ തന്നെ പേടിയാണ്. പ്രതികരിച്ചാൽ തന്നെ ഇപ്പോൾ ആൾക്കാർ അത് അത്ര മുഖവിലേക്ക് എടുക്കാത്ത രീതിയിലായിട്ട് ഇതിനെ കൊണ്ടെത്തിച്ചിരിക്കണം. അതിനും കാരണക്കാരെന്ന് പറഞ്ഞാൽ ചില സ്ത്രീകൾ തന്നെയാണ് അല്ലേ. അവർ വീഡിയോസ് വൈറലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനകത്തുള്ള ഒരു പുരുഷൻ, അവർക്കൊരു കുടുംബമുണ്ട്, അവർക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കണം, അങ്ങനെയുള്ള രീതിയിലൊന്നും അവർ ചിന്തിക്കുന്നില്ല. അവർ വീഡിയോ എടുക്കുന്നു, അവർ വലിയ ആൾക്കാരോട് പറയുന്നു. പക്ഷെ അവർ കാണിക്കുന്ന ഈ വീഡിയോയിൽ കൃത്യമായിട്ട് അയാൾ ചെയ്യുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണെങ്കിൽ ജനങ്ങൾ പ്രതികരിക്കും. എല്ലാ പുരുഷന്മാരും ആ പുരുഷനെതിരെ തന്നെ നിൽക്കുള്ളൂ. ഒരു സ്ത്രീക്ക് എതിരെ അങ്ങനെ പുരുഷന്മാർ നിൽക്കില്ല. എല്ലാവരും, സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവരും സ്ത്രീകളുടെ അടുത്ത് കൂടെ നിൽക്കുള്ളൂ. അത് എല്ലാ സ്ത്രീകൾക്കും അറിയാവുന്ന കാര്യം തന്നെ. പക്ഷെ ഇതേപോലെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകൾ പോലും അവർക്കെതിരെ നിൽക്കും. ഇപ്പോൾ ഈ ദീപക് മരിച്ചു എന്ന ഈ കേസിൽ എല്ലാവരും ദീപക്കിൻ്റെ കൂടെ ഒട്ടുമിക്ക സ്ത്രീ 99% സ്ത്രീകളും ഈ പുരുഷൻ മരിച്ചു പോയുള്ള ഈ ഒരു വ്യക്തിയുടെ ഒപ്പമാണ്. എല്ലാവരും ഈ വീഡിയോ എടുത്ത സ്ത്രീക്ക് എതിരാണ് നിൽക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ആ വീഡിയോയിൽ അത്ര സത്യസന്ധത ഇല്ല എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടുകൊണ്ടാണ്. ആ പുരുഷൻ എവിടെ ആ പെണ്ണിനെ കയറി പിടിക്കുന്നതോ അല്ലെങ്കിൽ കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്നത് പോലെ ഒന്നുമില്ല. അയാൾ നിന്നിടത്ത് നിൽക്കുന്നു. ഈ സ്ത്രീയാണ് വീഡിയോയുമായിട്ട് അയാളുടെ അടുത്ത് പോകുന്നതും അതേപോലെ തന്നെ വീഡിയോ എടുത്തുകൊണ്ട് ചിരിച്ചുകൊണ്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. അവരുടെ മുഖത്ത് എനിക്കൊരു ദുരനുഭവം ഉണ്ടായി, എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ അല്ല അയാളുടെ അടുത്ത് നിൽക്കാൻ എന്ന രീതിയിൽ മുഖഭാവം ഒന്നും ആരും കണ്ടില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാ സ്ത്രീകളും അവരെ ഒക്കെ എതിരായിട്ട് വന്ന് സംസാരിക്കുന്നതും അയാൾക്ക് നീതി കിട്ടണം എന്നൊക്കെ പറയുന്നത് അല്ലേ. ഇപ്പോൾ എന്താ വെച്ചാൽ ഈ ബസ്സിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അതായത് ഇപ്പോൾ വളരെ സഹകരിച്ച് ഒരു സീറ്റിൽ ഇരുന്ന് പോകുന്ന പുരുഷന്മാരും സ്ത്രീകളും പോലും ഇപ്പം മനസ്സിൻ്റെ ഉള്ളിൽ ആകെ ഒരു പ്രശ്നമായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവും. അയ്യോ എങ്ങനെയായിരിക്കും ഇവർക്ക് എന്തായിരിക്കും തോന്നുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ ഇയാളെ എന്നെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ പ്രതികരിച്ചാൽ ഇനി എങ്ങനെയായിരിക്കും സമൂഹം എടുക്കുക, അങ്ങനെ രീതിയിലോട്ടൊക്കെ ഇപ്പോൾ ചിന്താഗതികളൊക്കെ മാറിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള വീഡിയോസ് എടുക്കുന്നത്, പ്രത്യേകിച്ച് പുരുഷന്മാരുടെ വീഡിയോ, സ്ത്രീകളുടെ വീഡിയോ എടുക്കുന്നത് കുറ്റകൃത്യമാണെന്ന് പോലെ തന്നെയാണ് പുരുഷന്മാരുടെ വീഡിയോ എടുത്ത് അത് പ്രചരിപ്പിക്കുന്നതും കുറ്റകൃത്യമാണ്. അവർക്ക് ന്യായം നീതി കിട്ടണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിലൊരു പുരുഷ കമ്മീഷൻ വേണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പിന്നീട് സർക്കാർ തലത്തിലൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ ബാലാവകാശ കമ്മീഷനുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുണ്ട്, സ്ത്രീകൾക്ക് കമ്മീഷൻ, അതൊക്കെ അവരൊക്കെ സമൂഹത്തിൽ വൾണറബിളാണ്, അത് അവർക്കൊക്കെ ദുർബലരായിട്ടുള്ള ആൾക്കാരാണ് എന്ന രീതിയിലാണ് അവർക്കൊക്കെ കമ്മീഷൻ വെച്ചിരുന്നത്. അതായത് പുരുഷന്മാരൊന്നും വൾണറബിൾ അല്ല, അവർ സമൂഹത്തിൽ കുറച്ചും കൂടെ എന്താ പറയുക സ്ത്രീകളെക്കാളും കുറച്ചും കൂടെ ശക്തന്മാരാണെന്നുള്ള രീതിയിലാണ് അവർക്കൊന്നും കമ്മീഷൻ ഉള്ളത്. പക്ഷെ എത്രയോ പുരുഷന്മാർ
അല്ലേ, വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരുപാട് പുരുഷന്മാരുണ്ട്, പ്രതികരിക്കാൻ പറ്റാത്ത ഒരുപാട് പുരുഷന്മാരുണ്ട്, ഗാർഹിക പീഡനം അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട്, മാനസിക പീഡനം അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് പുരുഷന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ പുരുഷന്മാർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതിനൊരു കമ്മീഷൻ വേണോ വേണ്ടേ എന്നൊക്കെ സർക്കാർ തലത്തിൽ തീരുമാനിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഉണ്ടായതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ സ്ത്രീകളുടെ കമ്മീഷനായാലും പുരുഷന്മാരുടെ കമ്മീഷനായാലും അത് നല്ല രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതിനെ മിസ്യൂസ് ചെയ്യരുത്. ഇപ്പോൾ വനിതകൾക്ക് എന്ത് കേസ് ഉണ്ടാക്കിയിട്ട് വനിതാ കമ്മീഷനിൽ കൊണ്ടു കൊടുക്കുക, അതുപോലെ പുരുഷന്മാർക്ക് എന്ത് കേസ് ഉണ്ടെങ്കിൽ പുരുഷന്മാരുടെ കമ്മീഷനിൽ കൊണ്ടു കൊടുക്കുക. ആ രീതി ഇല്ലാതെ അത് ഒരു കമ്മീഷൻ്റെ എന്താണ് ഉദ്ദേശം, അത് എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, ആ ഉദ്ദേശം ശുദ്ധി മനസ്സിലാക്കിക്കൊണ്ടുള്ള കംപ്ലൈൻറ്റുകൾ കൊടുക്കാനും അത് സ്വീകരിക്കാനും കമ്മീഷൻ തയ്യാറായി കഴിഞ്ഞാൽ ഇതൊക്കെ നല്ലതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുരുഷന്മാർക്ക് ഒരുപാട് പറയാനുള്ള അവരുടെ വീടുകളിലും അവരുടെ ഭാര്യമാരിൽ നിന്ന് അനുഭവിക്കുന്ന കാര്യങ്ങളും അതൊക്കെ അവർക്കും പറയാനുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിനൊരു കമ്മീഷൻ നല്ലതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഈ ബസ്സിൻ്റെ കാര്യം വളരെ മോശമായി പോയി. ദീപക് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ, അതായത് എന്താ പറയുന്നത്, ആത്മഹത്യയിലോട്ടൊക്കെ വന്നു എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കേരള സമൂഹത്തിന് തന്നെ, ഇത്രയധികം വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു ജനതയുള്ള ഒരു കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാന്ന് വെച്ചാൽ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ഇങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. പുരുഷന്മാരായാലും സ്ത്രീകളായാലും സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാനും സന്തോഷകരമായിട്ട് യാത്ര ചെയ്യാനൊക്കെ ഒരു അവസരം, സന്തോഷകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കൊക്കെ എത്തട്ടെ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും ഇങ്ങനെയുള്ള ട്രോളുകളും വീഡിയോസും ഒക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. ഒരുപാട് ഇതിനിപ്പോൾ ഒരുപാട് ട്രോളിക്കൊണ്ട് ഒരുപാട് വീഡിയോസൊക്കെ വരുന്നുണ്ട്. അത് ഒരുപാടായാലും പ്രശ്നം തന്നെയാണ്. ട്രോളി ഈ ഒരു കാര്യത്തെ കൂടുതൽ വഷളാക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ പറയുന്നത്. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമൊക്കെ കണ്ടക്ടർമാർ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ സ്ത്രീകൾ കയറുമ്പോൾ പുറകിൽ കൂടെ കയറുകയാണെങ്കിൽ പോലും അവർ കയറ്റി ഫ്രണ്ടിലോട്ട് നിർത്തുമായിരുന്നു. ഇപ്പം അങ്ങനെ നിർത്തുന്നൊന്നും കാണുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവരൊക്കെ സ്വാതന്ത്ര്യം, ഇപ്പോൾ എല്ലാവരും പറയുന്നതാണല്ലോ സ്ത്രീ സ്വാതന്ത്ര്യം സമത്വം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അവരങ്ങോട്ട് കയറി നിൽക്കേണ്ട ആൾക്കാരൊന്നും അല്ല എന്നുള്ള രീതിയിലാണ് കണ്ടക്ടർമാർ ഇപ്പോൾ പെരുമാറുന്നത്. കാരണം വെച്ചാൽ എവിടെ വേണമെങ്കിലും സ്ത്രീകൾക്കായാലും പുരുഷന്മാരൊക്കെ ആയാലും നിൽക്കാനും ഇരിക്കാനുമുള്ള സ്വാതന്ത്ര്യം എന്നാൽ ബസ്സുകളിൽ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കണ്ടക്ടർമാരൊക്കെ പെരുമാറുന്നത്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കയറി നിൽക്കുന്നു ഇങ്ങനെ പറയുന്നത് നമുക്ക്, ഇപ്പം അങ്ങനെ കയറി നിൽക്കാൻ പറയുന്നത് വളരെ അപൂർവം ബസ്സുകളിൽ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. കാരണം അത് തെറ്റായൊരു രീതിയാണെന്നാണ് തോന്നുന്നത്. അവർക്ക് എവിടെയാണോ നിൽക്കാൻ അവർ കംഫർട്ടബിൾ എവിടെയാണെന്ന് വെച്ചാൽ അവരവിടെ നിൽക്കട്ടെ എന്നുള്ള രീതിയിലോട്ടാണ് പോയിരിക്കുന്നത്. അതിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം അതിപ്പോൾ സ്ത്രീകൾ, എല്ലാ പുരുഷന്മാരും നല്ലതാവണമെന്നില്ല, എല്ലാ സ്ത്രീകളും നല്ലവരാവണമെന്നില്ല. അപ്പോൾ ഈ നല്ലതല്ലാത്ത പുരുഷന്മാരും സ്ത്രീകളും വരുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് കുറച്ച് നീങ്ങി നിൽക്കാം, അല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ സീറ്റുകൾ ഉപയോഗിക്കാം. പുരുഷന്മാർ കുറച്ച് പുറകിലോട്ട് നിൽക്കട്ടെ. പുരുഷന്മാർക്ക് കുറച്ച് പുറകിലത്തെ സീറ്റുകളൊക്കെ അവർക്ക് തന്നെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കപ്പിൾസായിട്ട് കയറുകയാണെങ്കിൽ, ഇപ്പോൾ ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ട് കയറുകയാണെങ്കിൽ അവരുടെ സീറ്റിലിരിക്കട്ടെ അല്ലേ. വേറെയുള്ള ആൾക്കാരൊക്കെയാണ് കയറണമെങ്കിൽ ഇപ്പോൾ സീറ്റുകളൊക്കെ ഒരുപാട് ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ, ഞാൻ പറയണത് ഒട്ടും പരിചയമില്ലാത്ത രണ്ടാൾക്കാരാണെങ്കിൽ 2 സീറ്റ് തന്നെ ഇരുന്ന് യാത്ര ചെയ്യായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും